BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ഗതാഗത തടസ്സം ഒഴിവാക്കാൻ മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം MC റോഡിൽ മീഡിയൻ സ്ഥാപിച്ച ചൂടാറും മുൻപ് കാലടിയിൽ നിയമലംഘനം. വെള്ളിയാഴ്ച രാവിലെ 9-ന് അങ്കമാലി ഭാഗത്ത് നിന്ന് കാലടിയിലേക്ക് വന്ന ബസ് സ്വകാര്യ ബസ് സ്റ്റാൻഡിലേക്ക് കയറാൻ 100 മീറ്റർ ബാക്കിയുള്ളപ്പോൾ മീഡിയന്റെ വലതുവശത്തുകൂടി തെറ്റായ ദിശയിലൂടെ അപകടമുണ്ടാക്കുന്ന രീതിയിൽ കയറിപ്പോയി. മീഡിയൻ വെക്കാൻ നേതൃത്വം വഹിച്ച ജോയിന്റ് RTO ഈ സമയം ഇവിടെയുണ്ടായിരുന്നു. ബസ് ഡ്രൈവറെ അങ്കമാലി സബ് RTO ഓഫീസിൽ വിളിച്ചു വരുത്തുകയും 1 മാസത്തേക്ക് താൽക്കാലികമായി ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തു. ബസ് ഉടമയ്ക്കെതിരെയും പിഴ ചുമത്തി. കാലടി അങ്കമാലി റൂട്ടിൽ സർവീസ് നടത്തുന്ന ന്യൂ സ്റ്റാർ ബസ്സിലെ ഡ്രൈവറായ AC ഗിരീഷിന്റെ ലൈസൻസാണ് റദ്ദാക്കിയത്. കൊച്ചിയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച രാസലഹരിയുമായി യുവാക്കൾ പിടിയിൽ. തൊടുപുഴ സ്വദേശി ആഷിഖ് അൻസാരി, നോർത്ത് പറവൂർ സ്വദേശി സൂരജ് VS എന്നിവരെയാണ് പിടികൂടിയത്. കൊച്ചി സിറ്റി ഡാൻസ് ഓഫ് ടീമും ഇൻഫോ പാർക്ക് പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. 2 ഗ്രാം കൊക്കൈനും 0.37 ഗ്രാം MDMAയും കണ്ടെടുത്തു. കക്കനാട് ഗ്രീൻ ഗാർഡൻ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഹാർവെസ്റ്റ് ഹോംസിൽ നടത്തിയ പരിശോധനയിലാണ് യുവാക്കൾ പിടിയിലായത്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമാകാനൊരുങ്ങുന്ന ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിൽ. ഓഗസ്റ്റിൽ ഒരാഴ്ചത്തെ വിപുലമായ പരിപാടികളോടെ പാർക്കിന്റെ ഉദ്ഘാടനം നടക്കും. 30 ദിവസം നീണ്ടു നിൽക്കുന്ന കലാ സാംസ്കാരികോത്സവവും ആലോചനയിലുണ്ടെന്ന് ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രം ഭാരവാഹികൾ പറഞ്ഞു. 4.31 കോടി രൂപ ചെലവിൽ GCDAയ്ക്കാണ് നവീകരണ ചുമതല. വെള്ളക്കെട്ട് ഭീഷണി അതിജീവിക്കുന്ന തരത്തിൽ അടിത്തറ ഉയർത്തി നിലവിലെ ഓഡിറ്റോറിയത്തിൽ കൂടുതൽ ഇരിപ്പിടങ്ങളും റാമ്പും ആധുനിക ശബ്ദ സംവിധാനങ്ങളും കൂറ്റൻ ഹെലികോപ്റ്റർ ഫാനും ഉൾപ്പെടെയാണ് സജ്ജീകരിക്കുക. ഇവയുടെ പ്രവർത്തനം അന്തിമഘട്ടത്തിലാണ്. ആഞ്ഞിലി, മഴമരം, ഇലഞ്ഞി തുടങ്ങി 50-ലേറെ വൃക്ഷങ്ങൾ തണലേകുന്ന 1.35 ഏക്കറിൽ ഒരു മരം പോലും മുറിച്ചു മാറ്റാതെ 50 ഗ്രാനൈറ്റ് ബെഞ്ചുകൾ, നീന്തൽക്കുളം, ഫൗണ്ടൻ, മിനി ആംഫി തിയേറ്റർ, ആർട്ട് ഗാലറി, വിശ്രമമുറി, ടോയ്ലറ്റുകൾ, വാക്ക്വേ, കുട്ടികളുടെ പാർക്ക് എന്നിവയാണ് ഒരുങ്ങുന്നത്. ഒസൂറിൽ നിന്നുള്ള വിദഗ്ധ തൊഴിലാളികളാണ് പാർക്കിലെ ഗ്രാനൈറ്റ് ബെഞ്ചും പില്ലറുകളും നിർമ്മിക്കുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട്സ് ആണ് രൂപരേഖ തയ്യാറാക്കിയത്. ഓഡിറ്റോറിയത്തിൽ സമീപ റോഡുകളിലെ വാഹന തിരക്ക് മൂലമുള്ള ശബ്ദമലിനീകരണം നിയന്ത്രിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ജനുവരിയിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ആദ്യം ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ മണലിന്റെ ദൗർലഭ്യവും പ്രതികൂല കാലാവസ്ഥയും വിനയായി. ഓഗസ്റ്റ് പകുതിയോടെ പാർക്ക് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. മഹാകവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ഓർമ്മയ്ക്കായി ഇടപ്പള്ളിയിൽ സ്ഥാപിച്ച വിനോദ വിജ്ഞാന സാംസ്കാരിക കേന്ദ്രമാണ് ചങ്ങമ്പുഴ പാർക്ക്. കൊച്ചി നഗരത്തിലെ തിരക്കിൽ നിന്നൊഴിഞ്ഞ് തുറസായ പൊതുയിടങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് GCDA പാർക്ക് സ്ഥാപിച്ചത്. ഇടപ്പള്ളി ദേവൻകുളങ്ങരയിൽ കുറ്റിക്കാടുകൾ വളർന്നു നിന്ന 2 ഏക്കറോളം ചതുപ്പ് നിലം വിലയ്ക്ക് വാങ്ങി നിർമ്മിച്ച പാർക്കിന് ഇടപ്പള്ളിയിൽ ജനിച്ചു വളർന്ന മഹാകവിയുടെ പേര് നൽകുകയായിരുന്നു. 1977 മുഖ്യമന്ത്രി C അച്യുതമേനോൻ ചങ്ങമ്പുഴ പാർക്ക് ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. 1997 മുതൽ പാർക്കിന്റെ മേൽനോട്ട ചുമതല ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിനാണ്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. കൊച്ചി ചെമ്പുമുക്കിൽ റോഡ് ഇടിഞ്ഞു താഴ്ന്നു. ചെമ്പുമുക്കിൽ നിന്ന് അട്ടിപ്പേറ്റ് നഗറിലേക്കുള്ള റോഡാണ് രാത്രി പെയ്ത മഴയിൽ ഇടിഞ്ഞു വീണത്. അപകടം പുലർച്ചെയായതിനാൽ വലിയ ദുരന്തമൊഴിവായി. ചെമ്പുമുക്ക് സെന്റ് മൈക്കിൾസ് പള്ളി പാരിഷ് ഹാളിന് സമീപം അട്ടിപ്പേറ്റ് നഗറിലേക്കുള്ള റോഡും സംരക്ഷണ ഭിത്തിയും ഉൾപ്പെടെയാണ് ഇടിഞ്ഞു വീണത്. ഞായറാഴ്ച രാത്രിയിലുണ്ടായ കനത്ത മഴയെ തുടർന്നാണ് പുലർച്ചെ അപകടം സംഭവിച്ചത്. ഇടപ്പള്ളി തോടിനോട് ചേർന്നാണ് തൃക്കാക്കര മുനിസിപ്പാലിറ്റി 2 മാസം മുൻപ് സംരക്ഷണ ഭിത്തി കെട്ടി റോഡ് നിർമ്മിച്ചത്. തോടിനോട് ചേർന്നുള്ള വലിയ കയ്യേറ്റങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ റോഡ് നിർമ്മിച്ചതുമാണ് അപകടത്തിന് കാരണമായതെന്നും പ്രദേശവാസികൾ ആരോപിച്ചു. 80ഓളം വീടുകളും സ്കൂളുകളും ഒക്കെ സ്ഥിതി ചെയ്യുന്ന മേഖലയാണിത്. വീട്ടുകാരുടെയും വിദ്യാർത്ഥികളുടെയും യാത്രാമാർഗമാണ് തടസ്സപ്പെട്ടിരിക്കുന്നത്. അപകടം പുലർച്ചെയായതിനാൽ വലിയ ദുരന്തം ഒഴിവാവുകയായിരുന്നു.
കൊച്ചി കടവന്ത്രയിൽ വളർത്തുനായയുമായി റോഡിലിറങ്ങിയ അച്ഛനെയും മക്കളെയും അയൽക്കാർ മർദ്ദിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. മുൻ നാവിക ഉദ്യോഗസ്ഥൻ അഭിഷേക് ഘോഷ് റോയ്ക്കും മക്കൾക്കുമാണ് അയൽക്കാരുടെ മർദ്ദനമേറ്റത്. അയൽവാസികളായ 3 പേരാണ് മർദ്ദിച്ചതെന്നാണ് അഭിഷേക് ഘോഷ് പരാതി നൽകിയത്. ഒരു സ്ത്രീയും 2 പുരുഷന്മാരും മർദ്ദിച്ചെന്നായിരുന്നു പരാതിയിൽ വ്യക്തമാക്കിയത്. ഇതിൽ ഒരാളെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ പേര് വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഈ മാസം 12-നായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്ത് വാർഡ് 11-ലെ ആവണംകോട് കുഴുപ്പളം മൂത്തമന റോഡ് ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി പൈപ്പിടുന്നതിന് വേണ്ടി റോഡ് കുഴിച്ചിട്ട് 1 വർഷം കഴിഞ്ഞിട്ടും റോഡ് പൂർവ്വസ്ഥിതിയിൽ ആകാത്തതുകൊണ്ട് റോഡിൽ കുഴികൾ നിറഞ്ഞും ചെളിയിൽ വെള്ളക്കെട്ടുകൊണ്ടും വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് റോഡിന്റെ സ്ഥിതി. റോഡ് കൃത്യസമയത്ത് റീടാറിംഗ് ചെയ്യുന്നതിന് നടപടി സ്വീകരിക്കാത്ത പഞ്ചായത്ത് ഭരണസമിതിയുടെയും വാർഡ് മെമ്പറുടെയും അനാസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് എയർപോർട്ട് 11-ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റോഡ് ഉപരോധിച്ച് പ്രതിഷേധ സമരം നടത്തി. റോഡ് അടിയന്തരമായി റീടാറിംഗ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ ആവിഷ്കരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. യോഗത്തിൽ കോൺഗ്രസ് വാർഡ് വൈസ് പ്രസിഡന്റ് റെജി PV അധ്യക്ഷത വഹിച്ചു. പ്രതിഷേധ സമരം പ്രവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ബിജു കെ മുണ്ടാടൻ ഉദ്ഘാടനം ചെയ്തു. ഷൈജു കല്ലറ, ഡൈജു KT, രാജു PT, ബൈജു KJ, റോയ് പയ്യപ്പിള്ളി, പൊളി KD, ലിൻസ് മാത്യു, പൗലോസ് കരുമത്തി, ജോളി റോയ്, ദീപ ഷൈജു, ആൻഡ്രു KK തുടങ്ങിയവർ സംസാരിച്ചു. എറണാകുളം ജില്ലാ വടംവലി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കാഞ്ഞൂർ സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിൽ സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പ് മത്സരം സംഘടിപ്പിച്ചു. കാഞ്ഞൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിജി ബിജു ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. എറണാകുളം ജില്ലാ സ്പോർട്സ് കൌൺസിൽ മെമ്പർ അഡ്വക്കേറ്റ് മുജീബുർ റഹ്മാൻ മുഖ്യ അതിഥിയായി. ജില്ലാ പ്രസിഡന്റ് ഷാൻ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ KN കൃഷ്ണകുമാർ ആശംസയർപ്പിച്ചു. ജില്ലാ സെക്രട്ടറി മുഹമ്മദ് റഷീദ് സ്വാഗതം ആശംസിച്ചു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.